മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സായ കാലം. പിതൃവ്യ സഹോദരൻ അബൂ തോലിബിൻ ഒരു വലിയ കച്ചവട സംഘത്തോടൊപ്പം സിറിയയിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. മാസങ്ങൾ നീളുന്ന കഠിനമായ യാത്രയാണിത്. തൻ്റെ ഏക ആശ്രയമായ അമ്മാവൻ പോകുന്നത് കണ്ടപ്പോൾ ആ ബാലന്റെ ഉള്ളം വിങ്ങി. ഒട്ടകത്തിന്റെ കയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് മുഹമ്മദ് കരഞ്ഞു. എന്നെ ആർക്ക് ഏൽപ്പിച്ചാണ് നിങ്ങൾ പോകുന്നത്? എനിക്ക് ഉപ്പയുമില്ല ഉമ്മയുമില്ല. ആ വാക്കുകൾ അബൂ തോലിബിന്റെ ഹൃദയത്തിൽ പകർത്തു. അദ്ദേഹം പ്രഖ്യാപിച്ചു, അല്ലാഹു ആണ് സത്യം, ഇവനെ ഞാൻ കൂടെ കൂട്ടും. ഞങ്ങൾ തമ്മിൽ ഇനി വേർപിരിയലില്ല. മക്കയിൽ നിന്ന് സിറിയയിലേക്ക് മാസങ്ങൾ നീളുന്ന കഠിനമായ യാത്രയാണ്. ചുട്ടു പൊൻവന്ന മണലാരണ്യം, വെള്ളത്തിന്റെ കുറവ്, കവർച്ചക്കാരുടെ പേടി എന്നിവയെല്ലാം നിറഞ്ഞതായിരുന്നു ആ വഴി. എന്നാൽ 12 വയസ്സുകാരനായ മുഹമ്മദ് ആ യാത്രയിലെ കഷ്ടപ്പാടുകളൊന്നും പരാതിപ്പെട്ടില്ല. മുതിർന്നവർക്കൊപ്പം ഒരേ വേഗതയിൽ അമ്മാവന്റെ വിരലുകളിൽ തൂങ്ങിയ ആ ബാലൻ നടന്നു നീങ്ങി. യാത്രയുടെ തുടക്കം മുതൽ തന്നെ കൂടെയുള്ളവർ ഒരു കാര്യം ശ്രദ്ധിച്ചു. മരുഭൂമിയിലെ ആകാശത്ത് എവിടെ നിന്നോ വന്ന ഒരു വെളുത്ത മേഘക്കിറ് മുഹമ്മദിന് മാത്രം നിഴൽ പോലെ പിന്തുടരുന്നുണ്ടായിരുന്നു. സൂര്യൻ നേരെ മുകളിലേക്ക് വരുമ്പോഴും ആ മേഘം മുഹമ്മദിന് കുടയായി മാറി. ബുസ്റയിലെത്തിയപ്പോൾ അവിടെ ബുഹൈറ എന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനുണ്ടായിരുന്നു. വർഷങ്ങളായി കച്ചവട സംഘങ്ങൾ അവിടെ വരാറുണ്ടെങ്കിലും അദ്ദേഹം ആരെയും ശ്രദ്ധിക്കാറില്ല. എന്നാൽ ഇത്തവണ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ആ യാത്രാസംഘം വരുമ്പോൾ മരങ്ങൾ അഭിവാദ്യമെന്നോണം തല കുനിക്കുന്നു. അവിടുന്ന് ആ മരച്ചുവട്ടിൽ ഇരുന്നപ്പോൾ ആ മരത്തിന്റെ ഉണങ്ങിയ ചില്ലകൾ പോലും പച്ച പിടിക്കുകയും മുഹമ്മദിന് തണലേകുകയും ചെയ്തു. ഉണങ്ങിയ ചില്ലകൾ താനേ താഴേക്ക് വളയുകയും അദ്ദേഹത്തിന് തണലേകുകയും ചെയ്തു. ആ പ്രദേശത്തെ കല്ലുകൾ പോലും മുഹമ്മദിന് മുന്നിൽ താഴ്ന്നതായി ബുഹൈറ എന്ന പുരോഹിതൻ നിരീക്ഷിച്ചിരുന്നു. ബുഹൈറ തൻ്റെ ആശ്രമത്തിൽ ഇരുന്നു ഇതെല്ലാം കാണുകയായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ആ യാത്രാ സംഘത്തെ മുഴുവൻ ഭക്ഷണത്തിന് ക്ഷണിച്ചു. എന്നാൽ അവർ മുഹമ്മദിനെ മാത്രം സ്ഥാപനങ്ങൾ കാക്കാൻ അവിടെ നിർത്തി. ബുഹൈറ ഒരുക്കിയ വിരുന്നിലേക്ക് അബൂ തോലിബും സംഘവും വന്നപ്പോൾ അവർ മുഹമ്മദ് നബിയെ സാധനങ്ങൾക്ക് കാവൽ നിൽക്കാൻ പുറത്തു നിർത്തിയിരുന്നു. എന്നാൽ എല്ലാവരെയും നിരീക്ഷിച്ച ബുഹൈറക്ക് താൻ കണ്ട അടയാളങ്ങൾ ആരുടെയും മുഖത്ത് കണ്ടെത്താനായില്ല. അദ്ദേഹം ചോദിച്ചു, ഖുറൈശികളെ, നിങ്ങളിൽ ആരെങ്കിലും വരാൻ ബാക്കിയുണ്ടോ? അവർ പറഞ്ഞു, ഒരു ചെറിയ ബാലൻ മാത്രം പുറത്തുണ്ട്. ബുഹൈറ നിർബന്ധപൂർവ്വം നബിയെ അകത്തേക്ക് വിളിപ്പിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ബുഹൈറയുടെ കണ്ണുകൾ തിളങ്ങി. നബിയുടെ ഓരോ ചലനങ്ങളും അദ്ദേഹം ശ്രദ്ധിച്ചു. വിരുന്നു കഴിഞ്ഞപ്പോൾ ബുഹൈറ നബിയുടെ അരികിലെത്തി രഹസ്യമായി ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. തൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വായിച്ച പ്രവാചക ലക്ഷണങ്ങൾ ഒത്തുനോക്കുകയായിരുന്നു അദ്ദേഹം. വിഗ്രഹങ്ങളോടുള്ള വെറുപ്പ് ബുഹൈറ നബിയെ പരീക്ഷിക്കാനായി പറഞ്ഞു. കുട്ടി, ലാത്തയെയും ഉസ്സയെയും സാക്ഷിയാക്കി ഞാൻ ചോദിക്കുന്നത് സത്യസന്ധമായി പറയൂ. ഇത് കേട്ട ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവരോട് എന്നോടൊന്നും ചോദിക്കരുത്. അല്ലാഹു ആണ് സത്യം, അവരോളം ഞാൻ വെറുക്കുന്ന മറ്റാരുമില്ല. ഈ മറുപടിയിൽ നിന്ന് നബിയുടെ ഹൃദയനൈർമല്യം ബുഹൈറ തിരിച്ചറിഞ്ഞു. നബിയുടെ ഉറക്കത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ബുഹൈറ ചോദിച്ചു. നബിയുടെ മറുപടികൾ വേദഗ്രന്ഥങ്ങളിലെ വിവരണങ്ങളുമായി കൃത്യമായി ഒത്തുപോയി. ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നബിയുടെ ശരീരത്തിലായിരുന്നു. ബുഹൈറ നബിയുടെ പുറംഭാഗം കാണാൻ അനുവാദം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വസ്ത്രം അല്പം നീക്കിയപ്പോൾ 2 തോളുകൾക്കിടയിലായി മുഹ്റു നുബുവത്ത് എന്നറിയപ്പെടുന്ന ആ അടയാളം അദ്ദേഹം കണ്ടു. പ്രാവുമുട്ടയോളം വലിപ്പമുള്ള അല്പം ഉയർന്ന മാംസപിണ്ഡമായിരുന്നു അത്. അത് കണ്ടതോടെ ബുഹൈറ ആദരവോടെ നബിയെ ചുംബിച്ചു. അതിനുശേഷം ബുഹൈറ അബൂ തോലിബിനെ മാറ്റി നിർത്തി സംസാരിച്ചു. ബുഹൈറ ചോദിച്ചു, ഈ ബാലൻ നിങ്ങളുടെ ആരാണ്? ഇവൻ എൻ്റെ മകനാണ്. അബൂ തോലിബ് പറഞ്ഞു, അല്ല, ഇവൻ നിങ്ങളുടെ മകനാകാൻ വഴിയില്ല. കാരണം ഈ കുട്ടിയുടെ പിതാവ് ഇവൻ ജനിക്കുന്നതിന് മുൻപേ അതിനോട് അടുത്തോ മരിക്കേണ്ടവനാണ്. അബൂ തോലിബ് അത്ഭുതത്തോട്, അങ്ങ് പറഞ്ഞത് ശരിയാണ്, ഇവൻ എൻ്റെ സഹോദരൻ്റെ മകനാണ്. ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോഴാണ് ഇവൻ്റെ പിതാവ് മരണപ്പെട്ടത്. അബൂ തോലിബ് സത്യം പറഞ്ഞപ്പോൾ ബുഹൈറ അതീവ ഗൗരവത്തിൽ പറഞ്ഞു, നിങ്ങളുടെ ഈ മരുമകനെ എത്രയും വേഗം മക്കയിലേക്ക് തിരികെ കൊണ്ടുപോവുക. ഇദ്ദേഹത്തെ റോമൻ ഭരണാധികാരികളോ ജൂതന്മാരോ തിരിച്ചറിഞ്ഞാൽ ഇദ്ദേഹത്തിന് വലിയ ആപത്തുണ്ടാകും. അല്ലാഹു ആണ് സത്യം, വലിയൊരു ദൗത്യമാണ് ഇവനെ കാത്തിരിക്കുന്നത്. ഇവൻ അന്ത്യപ്രവാചകനാണ്. ബുഹൈറയുടെ വാക്കുകൾ അബൂ തോലിബിനെ വല്ലാതെ ഭയപ്പെടുത്തി.
റോമൻ ചാരന്മാർ ആ പ്രദേശത്ത് ഉണ്ടെന്നറിഞ്ഞപ്പോൾ സിറിയൻ നഗരത്തിൻ്റെ ഉള്ളിലേക്ക് പോയി കച്ചവടം നടത്താനുള്ള പദ്ധതി അദ്ദേഹം ഉപേക്ഷിച്ചു. കയ്യിലുണ്ടായിരുന്ന സാധനങ്ങൾ അവിടെ തന്നെ വിറ്റയച്ച് നബിയെ നെഞ്ചോട് ചേർത്ത് അദ്ദേഹം ഉടൻ മക്കയിലേക്ക് തിരിച്ചു.